അങ്ങനെ സമയം 9:20, അല്ല കേട്ടോ 9:21. ഇന്നിപ്പോ ചായ കുടിക്കാൻ പോകാം, സ്വാഭാവികം. പിന്നെ ബാക്കിയുള്ള ഒറ്റമായിട്ട് നമ്മൾ 3 പേരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അക്ഷയാണെങ്കിലോ അവളുടെ ഭർത്താവിനെ വിളിക്കാനുള്ള കഷ്ടപ്പാടില്ല കേട്ടോ. പുള്ളി പക്ഷേ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. 3:30 ആൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരി എത്തിയിട്ടുണ്ട്. 9 മണി ആയതുകൊണ്ട് തന്നെ ഗേറ്റൊക്കെ പൂട്ടിയായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ ഓണറിനോട് പോയി താക്കോലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിൽക്കാട്ടോ. അതുകൊണ്ട് അക്ഷയ്ക്ക് അവളുടെ ഭർത്താവിനെ കിട്ടിയിട്ടുണ്ട്. ചെറുക്കനുണ്ട്, ചെറുക്കന്റെ അമ്മയും ഉണ്ട്. അങ്ങനത്തെ അമ്മേനെ നല്ല യൂട്യൂബിൽ കാണാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവര് നല്ല തമാശയാക്കുന്നുണ്ട് കേട്ടോ അവിടെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് പാതയപ്പോ അവളോട് വെച്ച് എടി എങ്ങോട്ടാ പോകുന്നത്? അപ്പോഴും അവളവൾ ഉണ്ണിയും കൈ പിടിച്ചു നടക്കുക. ഉണ്ണി വേറെ കാര്യമല്ല കേട്ടോ, അവളുടെ ഭർത്താവ് തന്നെ. അങ്ങനെ പിന്നെ കട്ടൂറും വേണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് നടന്നു. അങ്ങനെ നടന്ന് ഏകദേശം കട കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിയത്. ചായ ഇല്ല, അവർ പാത്രം വരെ കഴുകി വെച്ചു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നടന്നു. പിന്നെ അവളോട് എടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാവാ എന്റെ ഓഫീസിന്റെ അടുത്തൊരു കടയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴോ ചായയില്ല കടയില്ല എന്നൊരവസ്ഥ. അങ്ങനെ ഞങ്ങൾ ചായ എന്നുള്ള മോഹം മനസ്സിൽ നിന്ന് കളഞ്ഞു. അപ്പോഴാണ് തോണ്ടിടാ ഒരു ചായക്കട വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് ചേട്ടനോട് 3 ചായ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ബൂസ്റ്റ് കുടിക്കാനൊരു പോതി. അങ്ങനെ പിന്നെ അത് അവരിലേക്കും പടർന്നു. അങ്ങനെ ചേട്ടനോട് ചായ ക്യാൻസൽ ചെയ്തിട്ട് ബൂസ്റ്റ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ബൂസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. നല്ലതായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. എങ്ങനെയൊക്കെയാണ് എന്താ എടുക്കുന്നത്, അത് പോട്ടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളെ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയ ചേഴ്സൊക്കെ പറഞ്ഞ് പിന്നെ സ്വാഭാവികം കുറച്ച് കൊതിഞ്ഞുണയൊക്കെ പറയുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ പയ്യെ തിരിച്ചു നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ വന്ന വഴി പോവണ്ട, അത് ചുറ്റാന്ന് പറഞ്ഞിട്ട് അവൾ നമ്മളിത് വേറെ ഏതൊക്കെയോ വഴിയിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നടന്നപ്പോഴാണ് അവരവരുടെ ആഗ്രഹം പറഞ്ഞത്. അത് നമുക്കൊന്ന് കേട്ടാലോ. പോലീസിനെ ഇപ്പൊ എത്ര കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? നിനക്ക് എന്താ ചെയ്യണ്ടേ? ആണല്ലോ അല്ലേ? പോലീസില്ലെങ്കിൽ എന്താ? അത് വേറെ ഒന്നുമില്ല കേട്ടോ, 2 പേർക്കും പോലീസിനെ കല്യാണം കഴിക്കാൻ ഒരു മോഹം. അങ്ങനത്തെ അടുത്ത നമ്മുടെ ബിബുവിന്റെ പാട്ടാണ്. പാട്ട് പാട് ബിബു, ഏറെ മോന്തി. വല്ല പാട്. നിനക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട്. ഇല്ല ഞാൻ പോസ്റ്റ് ചെയ്യില്ല, നീ പാട്. അങ്ങനല്ലേ? ഏറെ മോഞ്ചി അപ്പം പാട്ടിൻ്റെ വരി എന്താണെന്ന് ഊഹിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടോ തിരിച്ച്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും ബിബുവിന് ഓട്ടമായി. എനിക്കിനിയും കിടന്നുറങ്ങണം എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് പോയി കുടിച്ച ചായ അല്ല ബൂസ്റ്റിൻ്റെ ഒരു അഭിപ്രായം അറിയാം. ബൂസ്റ്റിനെ പറ്റി 2 വാക്ക്. അതാണ് 2 വാക്ക്. റീച്ച് കൂടി അവിടെ കിടന്ന് എൻ്റെ പേരിട്ട് അലിച്ചപ്പം ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടി വന്നു. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ച് ബൂസ്റ്റും കുടിച്ച് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് കിടന്നുറങ്ങാം. ബൈ.